PSC സഹകരണ സംഘത്തിന്റെ 10ാം വാർഷികവും പൊൻതൂവൽ 2025 നടന്നു. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പരിപാടി. മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതീവ ഫലപ്രദമായ ഒരു വേദിയാണ് സഹകരണ പ്രസ്ഥാനം. സ്വതന്ത്ര ഭാരതത്തിൽ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന് സാധിക്കാതെ പോകുന്നത് ഭരണാധികാരികൾക്ക് പലപ്പോഴും പല കാരണങ്ങളാൽ സാധിക്കാതെ പോകുന്നത് കൃത്യമായി നിറവേറ്റാൻ ജനകീയ പ്രസ്ഥാനമായ സഹകരണ മേഖലയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് അനുഭവത്തിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സഹകരണ മേഖല കടന്നു ചെല്ലാത്ത ഏതെങ്കിലും ഒരു സംവിധാനമുണ്ടോ? മെഡിക്കൽ കോളേജുകൾ വരെ സഹകരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകും. മികച്ച സേവനം നടത്തുന്ന സഹകരണ ആശുപത്രികളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട്, സാമ്പത്തിക സ്ഥാപനങ്ങളുണ്ട്, കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, വ്യാവസായിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന സ്ഥാപനങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും ജനങ്ങൾക്ക് യഥാസമയം ആശ്വാസമെത്തിക്കാൻ, സഹായമെത്തിക്കാൻ, അവരുടെ ജീവിതത്തിന് കരുത്തു പകരാൻ, ആപൽഘട്ടങ്ങളിൽ ആപൽ ബാന്ധവനായി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു പ്രസ്ഥാനമാണ് സഹകരണ മേഖല എന്നുള്ളത് എടുത്തു പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ സഹകരണ രംഗത്തെ എല്ലാ നിയമനങ്ങളും PSCക്ക് വിടണമെന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ സർക്കാർ ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് സഹകരണ സംഘങ്ങളിൽ ഉന്നതിയിലുള്ള തൃശൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന് സഹകരണ ശ്രേഷ്ഠ അവാർഡ് അദ്ദേഹം സമ്മാനിച്ചു. 75 വയസ്സ് തികഞ്ഞ സംഘം മെമ്പർമാരായ പഴയൂർ അപ്പുക്കുട്ടൻ, KL ലോന, KA വിൻസെന്റ്, K സരോജിനി, P അമ്മിണി, കലാമണ്ഡലം അമൃത, ഡോക്ടർ K അപർണ, SSLC +2 ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നിവയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടി മഞ്ജു സുഭാഷ് നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് CO ജേക്കബ് അധ്യക്ഷനായി. ഈ 10 വർഷത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ 10 വർഷത്തിലുണ്ടായ സംഭവങ്ങളൊന്ന് ഓർക്കണം. നമ്മൾ നോട്ട് നിരോധനം ഉണ്ടായി, രണ്ടാമത്തെ കാര്യം ഉണ്ടായത് ഓക്കി ദുരിതം ഉണ്ടായി, മൂന്നാമത്തെ കാര്യം പ്രളയക്കെടുതി ഉണ്ടായി, നാലാമത്തെ കാര്യം കോവിഡാണ്, അഞ്ചാമത്തെ സംഭവം എന്ന് പറയുന്നത് സാമ്പത്തിക മാന്ദ്യമാണ്. അപകടകരമായ ഈ കാലഘട്ടത്തിൽ ഈ സഹകരണ സ്ഥാപനത്തെ തങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചത് ഈ സംഘത്തിലെ ഓഹരിക്കാരും ഈ പ്രദേശത്തെ ജനങ്ങളുമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ തരികയാണ്. കാരണം അതൊരു അഭിമാനമാണ്. അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് സുധീരേട്ടൻ ഞങ്ങൾ 9 വർഷമായി ലാഭത്തിലാണ്. 10ാം വർഷത്തെ ഇപ്പോൾ ഓഡിറ്റ് കഴിഞ്ഞു. ഈ വർഷവും നമ്മൾ ലാഭത്തിലാണ് എന്നാണ് ഓഡിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഈ പ്രാവശ്യവും നിങ്ങൾ നല്ല ലാഭത്തിലാണ് എന്നാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ സംഘം എന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സംഘമാണ്. ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നൊരു സ്ഥാപനമാണ്. ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല കലാകാരന്മാരെയും കലാകാരികളെയും സാംസ്കാരിക രംഗത്തെ നല്ല പ്രവർത്തകരെയും നമ്മളെപ്പോഴും അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യാറുണ്ട്. തൃശൂർ സർക്കിൾ യൂണിയൻ ചെയർമാൻ PR വർഗീസ്, കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് KV ദാസൻ, തൃശൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് P രാജു, ജൂബി ചെറിയത്ത്, K നന്ദകുമാർ, ബിജു പണിക്കശ്ശേരി, CL റപ്പായി, PR പ്രമോദ്, ബിന്ദു അശോകൻ, M സേതുമാധവൻ, TK രാജു, PA വിജു, AA റപ്പായി, S സുമാദേവി, CR വേലായുധൻ, AR ജോസ്, ഫാൻസി ആൻഡോ, സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു എന്നിവർ സംസാരിച്ചു.